നവകേരള രേഖ ഇന്നലെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയുണ്ടായി. അതിന്മേലുള്ള ചർച്ചയൊക്കെ വരുന്നു. അതിൽ നിന്ന് എന്തൊക്കെ പുതിയ പ്രതീക്ഷകൾ കേരളത്തിനുണ്ട്? ആ രേഖയിന്മേൽ ചർച്ച നടക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലോകത്തിലെ ഒരു അർത്ഥ വികസിത രാജ്യമായി അല്ലെ അതിനോടൊപ്പം കേരളത്തെ മാറ്റുന്നതിന് എങ്ങനെ കഴിയും, ഇനിയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തെ കൂടി മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി അത് പ്ലാൻ ചെയ്യും. കൊല്ലത്ത് നടക്കുന്ന ഒരു സമ്മേളനം MLA മുകേഷ് ഈ സമ്മേളനത്തിൽ വരുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ സമ്മേളനത്തിൽ കേരളത്തിലെ ഭൂരിപക്ഷം MLA-മാരും പങ്കെടുക്കുന്നില്ല. അവരെ പ്രതിനിധികളല്ല. ഇത് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. അദ്ദേഹം പൊതുസമ്മേളനത്തിൽ വരായിരിക്കും. പ്രതിനിധി സമ്മേളനത്തിൽ എത്തുന്നവർക്ക് പ്രതിനിധികളായി തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ വരാതിരിക്കാം. അത് വന്നാലും പ്രശ്നമില്ല, വന്നില്ലെങ്കിലും പ്രശ്നമില്ല. മുൻ മന്ത്രിയായിരുന്ന G. സുധാകരന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു വിമർശനം, അദ്ദേഹത്തിന്റെ കവിത പുറത്തു വന്ന, അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു പാർട്ടി സമ്മേളനം തന്നെ നടക്കുമ്പോൾ അതൊക്കെ പുറത്തു വരുന്നത്? അതിനെങ്ങനെയാണ്? G. സുധാകരന്റെ മനോഹരമായ കവിതയാണ്, ഞാനത് വായിച്ചു. ഓണാട്ടുകാരുടെ നല്ല ഭാഷയിലുള്ള കവിത. അതിനകത്ത് അദ്ദേഹം ഉടനെ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞു കുന്തം കുടച്ചക്കരം പറഞ്ഞു സജി ചെറിയാനെ പറ്റിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അത് ഓണാട്ടുകാരുടെ ഭാഷയാണ്. അല്ലല്ല, അങ്ങനെ ഇപ്പം ഞാൻ മാത്രമല്ല ഈ രാജ്യത്ത് ഈ കുന്തം കുടച്ചക്കരം പറഞ്ഞു. എന്റെ നാട്ടിൽ ഞങ്ങളെ മിക്കവാറും എല്ലാവരും ലാംഗ്വേജ്. ഞങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധമാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. പിന്നെ അദ്ദേഹം സ്ഥിരം കവിത എഴുതുന്നതാണ്. എഴുതട്ടെ, നല്ല കവിതകൾ വരട്ടെ. ഞാൻ ആ കാലത്ത് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സമ്മേളനത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ മുതിർന്ന പല എല്ലാവരും ഈ സമ്മേളനത്തിൽ വരുന്ന നിർബന്ധം എനിക്കിപ്പോൾ ഏജ് 75 ആയി കഴിഞ്ഞാൽ ഞാൻ ഒഴിയണം. ഞങ്ങളുടെ പാർട്ടിയുടെ പൊതു തീരുമാനമാണ്. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.